ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം സുൻജയുടെ കൂട്ടുകാരനും അവൻ ബാൻഡ് എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാണ്. അപ്പോഴാണ് ടേസുങ്ങും ഇന്ന് അവന്മാർ അവസാനത്തെ പെർഫോമൻസ് ആയതുകൊണ്ട് കുറെ ഓഡിയൻസിനെ അവൻ വിളിച്ചു വരുത്താന്ന് പറഞ്ഞ് ഇവന് വാക്ക് കൊടുക്കും. കാരണം കിം ടേസുങ്ങിന് കുറെ ഫാൻസ് ഉണ്ട്. അതിനുശേഷം അന്ന് രാത്രി ഇവന്മാരൊക്കെ ക്ലബ്ബിൽ ചെന്ന് പാട്ടോടാൻ പോകുമ്പോഴാണ് അതേസമയം പോലീസും ആ സൈക്കോ കിം യങ് സു എവിടാന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യും. അതിനുശേഷം ടേസുങ്ങിന്റെ അച്ഛൻ അപ്പം തന്നെ ഹിംസോളിനെ ഫോൺ വിളിച്ച് ആ സൈക്കോ പിടികൂടിയതുകൊണ്ട് ഇനി അവനെ കുറിച്ച് വിഷമിക്കേണ്ടെന്ന് അവളെ സമാധാനപ്പെടുത്തുമ്പോഴാണ് ഇത് കേട്ടതോടെ ഇംസോൾ മൊത്തത്തിൽ ആശ്വാസപ്പെടും. അവൾ അവസാനമായിട്ട് ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യം തടഞ്ഞെന്ന്. കാരണം ഇവൾക്ക് ആക്സിഡന്റ് നടന്നതിന് ശേഷമാണ് പോലീസൊക്കെ അവനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ തവണ ആ സംഭവം നടക്കുന്നതിന് മുമ്പേ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത്. അങ്ങനെ അതുകൊണ്ട് അവൾ സമാധാനത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സുൻജി അവൾക്ക് മെസ്സേജ് അയച്ചേക്കും. ഇന്ന് അവന്റെ കൂട്ടുകാരന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ക്ലബ്ബിൽ ചെന്ന അവന്റെ പെർഫോമൻസ് ആണെന്ന്. അങ്ങനെ ഇത് കണ്ട് അവള് സന്തോഷത്തി ക്ലബ്ബിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം കുറെ ഫാൻസ് അവിടേക്ക് വന്നേക്കുന്നുണ്ട്. ഇവന്മാര് മൊത്തം സന്തോഷത്തിലാവും ടേസും കാരണം ഇത്രയും പേര് വന്നേന്ന് പറഞ്ഞ്. അതിനെ ഷിംസോൾ അവിടേക്ക് വരുമ്പോഴാണ് സുൻജയും അവന്മാരുടെ കൂടെ സ്റ്റേജിൽ നിന്ന് പാട്ടുപാടാൻ വേണ്ടി പോകും. അങ്ങനെ അവന് ഇംസോളിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി അവൾ ആഗ്രഹിച്ച പോലെ ഇവന്മാരുടെ കൂടെ ടീമിൽ ചേർന്ന് അവൾക്ക് വേണ്ടി എഴുതിയ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ഇവൾ ഇമോഷണൽ ആയിട്ട് അവസാനം സൈക്കോ പിടികൂടിയതോടെ നമ്മുടെ ഫ്യൂച്ചർ ഇപ്പൊ മാറി സുൻജ എന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ ഇമോഷണൽ ആകും. പക്ഷെ ഇവൾ ഇവിടെ ഇങ്ങനെ ആശ്വാസപ്പെടുന്ന അതേ സമയം ടേസുങ്ങിന്റെ അച്ഛനും ആ സൈക്കോയും വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് പോകുന്ന വഴിക്ക് തന്നെ ആ സൈക്കോ കാറിന് ഇവർ കാർ ആക്സിഡന്റ് ആകും. അങ്ങനെ ആ സൈക്കോ ഇവരുടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് ടേസുങ്ങിന്റെ അച്ഛനും ആ സൈക്കോ പിടികൂടി ഇംസോൾ എന്നൊക്കെ ഫോണിൽ സംസാരിച്ചേക്ക് ഇവൻ കേട്ട് കാണും. അതുകൊണ്ട് ഇംസോൾ കാരണമാണോ പിടിച്ചെന്ന് പറഞ്ഞ് ഇവനും കട്ടക്കരിപ്പി അവിടെ നിന്ന് പോകും. അതേസമയം ഇതൊന്നും അറിയാതെ ആ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞിട്ട് സുൻജ ഇംസോളിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പോകുന്ന വഴിക്ക് അവനും ഇംസോളിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഇതിനു മുമ്പ് ഇവനെ കണ്ടിട്ടുള്ള ആ മാനേജറും വീണ്ടും ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്ത് ഇവരുടെ ബാൻഡിനെ ഫേമസ് ആക്കാന്ന് പറഞ്ഞ കാര്യം പറയും. അതോടെ ഇംസോൾ മൊത്തം സന്തോഷപ്പെട്ടിട്ട് ഇവൾ എത്ര തടയാൻ നോക്കിയാലും സുൻജയെ ഫ്യൂച്ചറിൽ സിംഗറാന്ന് തടയാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അവൾ സന്തോഷിച്ചിരിക്കുന്നിട്ട് അവനും ഇനി ഒരു വർഷം ഫ്യൂച്ചർ സിംഗർ ആയില്ലേ പോലും അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവിടെ ടേസും കാണെ അവന്റെ അച്ഛൻ ആക്സിഡന്റ് ആയ കാര്യം അറിഞ്ഞിട്ട് അവനും വിഷമിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലും. അപ്പോഴാണ് അവിടുത്തെ നഴ്സും അവന്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന സ്ഥലം പറയുമ്പോഴാണ് അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവന്റെ അച്ഛന്റെ ഡ്രസ്സ് ഫുള്ളും ചോരയായിട്ടിരിക്കും. ഇത് കണ്ട് അവന് വിഷമിച്ച് പൊട്ടിക്കരയുമ്പോഴാണ് പുറയുന്ന അച്ഛനും വന്നിട്ട് മോൻ എന്നെ ഓർത്താണ് കരയുന്നെന്ന് പറഞ്ഞ് അവനോടും ചോദിക്കും. ഇതോടെ അവനും പെട്ടെന്ന് കരച്ചിലൊക്കെ തുടച്ചളഞ്ഞിട്ട് അച്ഛൻ സീരിയസ് ആയിട്ട് മരിക്കാൻ കിടക്കുവാന്ന് വെറുതെ കള്ളം പറഞ്ഞെന്ന് അവൻ ചോദിക്കുമ്പോഴാണ് അച്ഛന് സീരിയസ് കണ്ടീഷനിൽ ഇപ്പൊ കിടക്കുന്നതെന്ന് പറയും. കാരണം അച്ഛന്റെ കഴുത്ത് പോയി മൊത്തം കുറെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതും കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനാന്ന് പറയുമ്പോഴാണ് അവനും വിഷമിച്ചിട്ട് എന്തോ സംഭവിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അറിയുന്നത് ആ സൈക്കോ കാരണമായി ആക്സിഡന്റ് നടന്നേന്ന്. അങ്ങനെ ന്യൂസ് മൊത്തത്തിൽ ആ സൈക്കോ കിം യങ് സു പോലീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയെന്ന് പറഞ്ഞ് ന്യൂസ് മൊത്തത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സുൻജ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവിടുത്തെ ബാത്റൂമിന്റെ ഡോർ തുറക്കാൻ പറ്റുന്നില്ലെന്ന് അവന്റെ അച്ഛനോട് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അച്ഛനെ ന്യൂസിനകത്ത് ആ കിം യങ് സുവിന്റെ ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇവൻ ആ പേര് കേട്ട ഉടനെ ഈ സൈക്കോ കാരണമാ ഇവന്റെ അടുത്ത് നിന്ന് ഇംസോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതെന്ന് അവന് മനസ്സിലാകും. അതേപോലെ ഈ ന്യൂസ് കണ്ട് ഇംസോൾ മൊത്തം തകർന്നു ഇരിക്കുമ്പോഴാണ് അടുത്ത ദിവസം സുൻജ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇംസോൾ രാവിലെ തന്നെ എവിടെ ഉണ്ട് പുറത്തേക്ക് വന്ന് കാണും. അങ്ങനെ അവൻ അവളെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഇംസോൾ ടേസുങ്ങിന്റെ അച്ഛനെ കണ്ടിട്ട് ഈ സ്ഥലത്ത് വെച്ച് വീണ്ടും ആ സൈക്കോ ഇവളെ പിടികൂടാൻ വേണ്ടി വരും എന്ന് പറയും. ഇത് കേട്ട് ടേസുങ്ങിന്റെ അച്ഛനും ഇവിടെ വെച്ച് ഇന്നലെ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ വരാൻ ചാൻസ് ഇല്ലെന്ന് അച്ഛൻ പറയുമ്പോഴാണ് അവളും തീർച്ചയായിട്ട് മെയ് 10 ഇവളെ കൊല്ലാൻ വേണ്ടി ആ സൈക്കോ ഇവിടേക്ക് വരുന്ന ഉറപ്പായിട്ട് പറയും. പക്ഷെ അത് എന്തുകൊണ്ട് ഉറപ്പായിട്ട് പറയുന്നതെന്ന് റീസൺ ചോദിക്കലും ഇവളും പറയുമ്പോഴാണ് അതേസമയം ഇവരുടെ സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് സുൻജയും കേൾക്കും. അതോടെ അവൻ ആ സ്ഥലം മൊത്തം ചുറ്റി നോക്കിയിട്ട് മെയ് 10 അപ്പോ ആ സൈക്കോ ഇവളെ കൊല്ലാൻ വരുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ സുരക്ഷയായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇംസോളാണ് ഇവൻ ഈ പ്രശ്നത്തിൽ ഇടപെടലെന്ന അവൾ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു പ്രശ്നം കാരണം ഫ്യൂച്ചറിൽ മരിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ കോളേജ് കാണിക്കുവാണ്. അങ്ങനെ ആ പട്ടിക്കുട്ടി പറഞ്ഞ ലവേഴ്സായി ഇവര് കോളേജ് വെച്ച് ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഹ്യുൻജയും പെട്ടെന്ന് ഇംസോള് വഴി കൂടെ പോകുന്നുണ്ടിട്ട് ഇവര് കാണലെന്ന് പറഞ്ഞ് അടുത്തുള്ള കനാലിലേക്ക് അങ്ങ് എടുത്തു ചാടും. അതോടെ അവിടെ ഇരിക്കുന്നവര് എന്തോ സംഭവം എന്ന് പറഞ്ഞ് അടുത്തേക്ക് നോക്കുമ്പോഴാണ് ചേട്ടനെ അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ എന്തിനാ വെള്ളത്തിൽ ചാടിയെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഒരു സെക്കൻഡ് മിസ്സായിരുന്നെങ്കിൽ നമ്മുടെ സീക്രട്ട് മൊത്തത്തിൽ പാളിയാനെന്ന് ഇംസോൾ എന്ന കാര്യം പറയുമ്പോഴാണ് ചേട്ടനെ ആശ്വാസപ്പെട്ടിട്ട് ഹ്യുൻജ അല്ലാതെ വേറെ ആരെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ലെന്ന് ഇവർ രണ്ടുപേരും വീണ്ടും റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതേസമയം ക്ലാസ്സിന് വന്ന ഇംസോളും ഇന്ന് അവൾക്ക് ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ട് വെറുതെ ബുക്കുമായിട്ട് ഇവിടം വരെ ഒന്നെന്ന് പറയുമ്പോഴാണ് ഇത് മനസ്സിലാക്കി സുൻജ ആ ബുക്കെല്ലാം വാങ്ങിച്ചിട്ട് എങ്കിൽ പിന്നെ ഈ ബുക്ക് എടുത്തോണ്ട് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് സുൻജയും ഇവളുടെ വീട് സേഫ് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ഡോറൊക്കെ അവൻ ചെക്ക് ചെയ്തോണ്ടിരിക്കും. കാരണം ആ സൈക്കോ രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞ ഉടനെ ഇവളെ സേഫ് ആക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഈ സമയം നോക്കി അവളുടെ വീട്ടിൽ ആരില്ലാത്തോണ്ട് അവൾ ഈ ബുക്ക് റൂമിൽ വെച്ചിട്ട് തരാന്ന് പറയുമ്പോഴാണ് അവനും പെട്ടെന്ന് റൂം എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം തന്നെ അകത്തേക്ക് കയറി ചെല്ലും. ഇതോടെ അവള് മൊത്തം ഷൈ ആയിട്ട് ആദ്യം ഈ ഡ്രസ്സ്
ഡ്രസ്സ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അതൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവളുടെ റൂം സേഫ്റ്റി ആണെന്ന് പറഞ്ഞ് അവിടുത്തെ ജനാലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇംസോൾ, രാത്രിയൊക്കെ നീ വിൻഡോസ് ക്ലോസ് ചെയ്തിട്ടാണ് ഉറങ്ങാൻ. പിന്നെ മറ്റേ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന വെപ്പണൊക്കെ നിന്റെ ഇല്ലേ, അതൊക്കെ ഉറങ്ങുമ്പോ നിന്റെ അടുത്ത് തന്നെ വെച്ചോ. എന്നിന് ഇവൻ ആ സൈക്കോ എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ സുൻജ അതൊക്കെ എന്തിനാ നീ ഇപ്പൊ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും എന്റെ ഗേൾ ഫ്രണ്ട് കാണാൻ സുന്ദരിയല്ലേ, അതുകൊണ്ട് വല്ലവന്മാരൊന്ന് ശല്യപ്പെടുത്തുമെന്ന് പേടിച്ചിട്ടാ ഞാൻ കുറച്ച് സേഫ് ആയിട്ടിരിക്കാൻ പറയുന്നത്. എന്നിന് ഇവൻ സത്യം അറിഞ്ഞ കാര്യമൊന്നും അവൾ അറിയാതിരിക്കാൻ വേണ്ടി ഇവൻ ട്രൈ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേ സമയം അവിടെ ഹോളിൽ ഇരുന്ന് എന്തോ ഗ്ലാസ് ഒക്കെ പൊട്ടുന്ന പോലെ ഇവർക്ക് സൗണ്ട് കേൾക്കും. കാരണം കോളേജിൽ വെച്ച് ഡ്രസ്സ് നനഞ്ഞുകൊണ്ട് ചേട്ടൻ കൂട്ടുകാരെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് വന്ന് കാണും. പക്ഷെ ഇവരിവിടെ വന്നതുകൊണ്ട് ഇവരിങ്ങനെ പതുങ്ങിയിരിക്കുമ്പോഴാണ് സുൻജയും വെപ്പണെടുത്ത് കൈ വെച്ചോന്ന് പറഞ്ഞിട്ട് അവൻ പതിയെ ഇംസോൾ ആ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവൻ പുറത്തേക്ക് ചെന്ന് നോക്കും. ഇതേ സമയം ചേട്ടനും കൂട്ടുകാരും വിളിച്ചോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇംസോളും പുറകെ നിന്ന ഉടനെ സുൻജ മൊത്തത്തിൽ പേടിച്ചു പോകും. എടി, ഞാൻ നിന്നെ റൂമിൽ നിൽക്കാനല്ലേ പറഞ്ഞ, നീ എന്തിന് ഇവിടേക്ക് വന്ന് എന്നെ പേടിപ്പിക്കുന്നത് എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് നിനക്ക് സേഫ്റ്റിക്ക് വേണ്ടി വന്നേന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് സുൻജയും അവിടുത്തെ ഡോറ് മുമ്പ് അടച്ചിട്ടില്ലെന്ന് മനസ്സിലായി പെട്ടെന്ന് അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഇതറിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഓരോ സ്ഥലത്തും സുൻജ ഇവരെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവസാനം ചേട്ടനും അവിടുത്തെ ഒരു കബോർഡിൽ ചെന്നങ്ങ് ഒളിയും. പക്ഷെ അപ്പോഴും കൈ അടക്കായതുകൊണ്ട് ചേട്ടൻ അറിയാതെ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ഈ സൗണ്ട് ആയിട്ട് സുൻജ ഇംസോളിന് ആദ്യം പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഇവൻ ആ കബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ അവൻ തുറക്കാതിരിക്കാൻ വേണ്ടി അകത്തിരുന്ന് ഇങ്ങനെ ബലം കൊടുത്തോണ്ടിരിക്കും. പക്ഷെ ഇവനും കുറച്ച് ഫോഴ്സ് ചെയ്ത് അത് തുറക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ചേട്ടൻ ആ തറയിലേക്ക് വീണെന്ന് അറിഞ്ഞ ഉടനെ ഇവന് ഒന്നും ചെയ്യാതെ സൈലന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ കള്ളന്മാര് പുറത്തേക്ക് ഒന്നും പറഞ്ഞ് ഇംസോള ഇലക്ട്രിക് ഷോക്ക് എടുത്ത് അത് അവളുടെ ചേട്ടനാന്നറിയാതെ അവനെ അടിച്ചങ്ങ് തറയിലാക്കും. അപ്പോഴാണ് പെട്ടെന്ന് ആ കബോർഡിൽ നിന്ന് അവളുടെ കൂട്ടുകാരിയും ഒപ്പാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അടുത്തേക്ക് ഓടിയിരുന്നത്. അതോടെ ഇവർ രണ്ടുപേരും ഡേറ്റ് എന്ന കാര്യം സുൻജ ഇംസോളും കൂടെ അറിയും. അതോടെ ഇംസോളും ദേഷ്യത്തി എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരി ഡേറ്റ് എന്ന് പറഞ്ഞ് ചേട്ടനെ വഴക്ക് പറയുമ്പോഴാണ് അവളും ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ആദ്യം പ്രൊപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ് ഇംസോളിനെ മിണ്ടാതാക്കാൻ നോക്കും. അതോടെ ഇവർ തമ്മിൽ പൊരിഞ്ഞ് വഴക്കാകുമ്പോഴാണ് സുൻജ അടുത്തിരുന്നുണ്ട് സമാധാനപ്പെടി ഇംസോൾ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ചേട്ടനും ഇപ്പോഴും അവന്റെ ബാഗിനകത്ത് മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സുൻജയോട് ദേഷ്യപ്പെടുമ്പോഴാണ് അവനും പെട്ടെന്ന് ഷോക്കായിട്ട് അത് അന്ന് തന്നെ തെളിയിച്ചില്ല, അത് എന്റെ സാധനമല്ലെന്ന് ചേട്ടനോട് തർക്കിക്കും. അങ്ങനെ അവസാനം ഇവരെല്ലാരും കൂടെ കോംപ്രമൈസ് ആവാൻ വേണ്ടി ചേട്ടനും ഞങ്ങളെ ഡേറ്റ് ചെയ്യാൻ അനുവദിച്ച നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ലെന്ന് പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്കും. പക്ഷെ സുൻജയാണ് നിങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങൾ കപ്പിൾസാന്ന് പറയുമ്പോഴാണ് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എതിർത്ത് സംസാരിക്കുന്ന ചേട്ടൻ അവനോട് ചൂടാവും. ഇതോടെ ഇംസോളും എന്റെ ബോയ് ഫ്രണ്ടിനെ വഴക്കുറയുന്നെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും എത്ര ആയാലും നിന്റെ ചേട്ടന് ബഹുമാനം കൂടുന്ന് പറഞ്ഞ് ഇംസോളിന് പാഠം പഠിപ്പിക്കും. അപ്പോഴാണ് ചേട്ടന് സന്തോഷത്തി എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഹ്യുഞ്ചിയുള്ളെന്ന് പറയുമ്പോഴാണ് ഇവരെ കണ്ട് ഇംസോൾ സഹിക്കാൻ പറ്റാതെ അവരടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവസാനം സുൻജയാണ് അവളെ സമ്മാനപ്പെടുത്തി പുറത്തേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അവനും ഇവളുടെ കൂട്ടുകാരായിട്ട് ചേട്ടൻ ഡേറ്റ് ചെയ്യുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലെന്ന് ചോദിക്കുമ്പോഴാണ് അവളും ഫ്യൂച്ചറൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് സത്യത്തിൽ അവരുടെ ചേരുന്നതായിരിക്കും വിധി എന്ന് അവളും അറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഒരു പക്ഷെ അവർ തമ്മിൽ ആ സ്നേഹമുള്ളതുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് അവളത് മനസ്സിലാക്കിയിട്ട് ഇവ മറ്റേ മാനേജറായിട്ട് കോൺട്രാക്ട് സൈൻ ഇട്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് സുൻജയും അതിനെക്കുറിച്ച് അവന്റെ കൂട്ടുകാരനോട് ചോദിക്കാൻ നോക്കിയപ്പം അവൻ ഫോൺ എടുത്തില്ലെന്ന കാര്യം പറയും. അപ്പോഴാണ് ഇവളും ഒരു പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് പറഞ്ഞ് അവനോർത്ത് ഫീൽ ചെയ്യുമ്പോഴാണ് സുൻജ മനസ്സിൽ വിചാരിക്കും ഈ സമയത്ത് നീ നിന്നെ കുറിച്ച് വിഷമിക്കാതെ മറ്റുള്ളവർക്ക് വിഷമിക്കുന്നുവെന്ന്. അങ്ങനെ അന്ന് രാത്രി അവനും ഉറങ്ങാതെ ഇംസോളിന്റെ റൂം നോക്കിക്കൊണ്ട് മെയ് 10 തീർച്ചയായും കൂടെ കാണുമെന്ന് അവൻ ഇവിടെ നിന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇനി ആ ദിവസം വരാൻ 6 ദിവസം കൂടെ ഉള്ളു. അതിനുശേഷം അടുത്ത ദിവസം കൂട്ടുകാരന് ഫോൺ എടുക്കാത്തോണ്ട് ഇവർ രണ്ടുപേരും കൂടെ നേരിട്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവരറിയുന്നത് അവൻ ഇവിടെ നിന്ന് പോയതുകൊണ്ട് ടേസുങ് ഈ വീട് വാടകയ്ക്ക് എടുത്താണ്. അങ്ങനെ ഇതിപ്പോ അവന്റെ ഓഫീസാന്ന് പറയുമ്പോഴാണ് സുൻജയ മൊത്തം ഷോക്കായി. അപ്പൊ അവൻ എവിടെ പോയെന്ന് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് ടേസുങ്ങും ഡേറ്റ് ചെയ്യുന്ന എൻജോയ്മെന്റിൽ സ്വന്തം കൂട്ടുകാരനെ കുറിച്ച് മറന്നു വന്ന് അവനൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് പറയും. അങ്ങനെ കൂട്ടുകാരനും കോമ്പറ്റീഷന്റെ ലാസ്റ്റ് റൗണ്ടിൽ പാടിയ പാട്ടിന് എല്ലാരും കുറെ മീമറായി കാണും. അങ്ങനെ അതൊക്കെ ഓർത്ത് അവന് മൊത്തത്തിൽ ഫീൽ ചെയ്തിട്ടാണ് ആ ബാൻഡെല്ലാം നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഈ കാര്യം ടേസുങ്ങും പറയുമ്പം അവന്റെ വീട് എവിടാന്ന് പറഞ്ഞ് സുൻജയും ടേസുങ്ങിനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ബെസ്റ്റ് ഫ്രണ്ടായി നിനക്കോലെ അറിയത്തില്ലെങ്കിൽ എനിക്കെങ്ങനെ അറിയാന്ന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഇംസോളും പെട്ടെന്ന് ഞാൻ എക്ലിപ്സിന്റെ ഫാൻ ആയതുകൊണ്ട് അവന്റെ വീട് എവിടെ അറിയാന്ന് ഇവളും പറയുമ്പോഴാണ് എങ്കിൽ പിന്നെ ലൊക്കേഷനിലേക്ക് പോകാൻ ഞാൻ റെഡി എന്ന് പറഞ്ഞ് ടേസുങ് അവന്റെ കാർ എടുത്തോണ്ട് അവിടേക്ക് വരും. അപ്പോഴാണ് ഇത് കണ്ട് ഇംസോൾ ഷോക്കായിട്ട് നിനക്ക് കിട്ടുന്ന പൈസ എല്ലാം സേവ് ചെയ്ത് വീട് പണിയാതെ അതിനുമ്പേ കാർ വാങ്ങിച്ചെന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും എന്റെ സണ്ണിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെലവാക്കുമെന്ന് അവന്റെ കാറിനെ കുറിച്ച് അവൻ കുറെ പൊക്കി പറയും. കാരണം അവന്റെ കാറിന് ഇട്ടേക്കുന്ന പേര് സണ്ണി എന്നാ. അങ്ങനെ സുൻജ ഇവിടെ ട്രിപ്പ് പോയ സമയം നോക്കി അച്ഛൻ ബാത്റൂമിൽ പെട്ടുപോകും. ഈ കാക്കയ്ക്ക് തൂറ വേറെ സ്ഥലമൊന്നും കിട്ടില്ല, എന്റെ തലയാണ് അതിന് കിട്ടിയത്. എന്നാൽ അച്ഛന് മുടി കഴിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് വെള്ളം കാണത്തില്ല. അതോടെ പുറത്തേക്ക് ചെന്ന് വെള്ളം എടുക്കാൻ നോക്കുമ്പോൾ ഇന്നലെ സുൻജ പറഞ്ഞ പോലെ ആ ഡോർ വീണ് പ്രശ്നം ഉണ്ടാക്കും. അവരുടെ അച്ഛനെ തുറക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതോടെ
നമ്മുടെ അച്ഛനും ഇനി വെള്ളത്തിന് വേണ്ടി എവിടെ പോകുന്നു പറഞ്ഞ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴാണ് അവസാനം വേറെ വഴിയില്ലാതെ ബാത്റൂമിലെ വെള്ളം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അത് ഈ ഫേസ് ക്ലീൻ ചെയ്യും. അതിനുശേഷം അച്ഛനും ഇവിടെ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി അവിടുത്തെ ജനാലിന്റെ അടുത്ത് നിന്ന് പുറത്ത് ആരെങ്കിലും കൊണ്ടോന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് അവിടെ കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ഇംസോളിന്റെ അമ്മയ്ക്കൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് അച്ഛനും ഇനിയിപ്പോ സുൻജ വരുന്നവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ സമാധാനം തിരിക്കും. പക്ഷെ ഇവിടെ സുൻജയാണ് അവന്റെ കൂട്ടുകാരന്റെ വീട് അന്വേഷിച്ച് ഒരു ലോങ് ട്രിപ്പാ പോയേക്കുന്നത്. അങ്ങനെ ടേസുങ്ങിന്റെ സ്പീഡ് കണ്ടിട്ട് ഇവരും കുറച്ചും കൂടെ സ്പീഡിൽ പോകാമെന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് സ്പീഡിൽ പോയാൽ സണ്ണിക്ക് ഡേഞ്ചർ ആണ്, അവൻ അവിടുത്തെ ട്രാക്ടറിനേക്കാളും സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതും സഹിച്ച് ഇവരണ്ടും കൂടെ വന്നോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ബീച്ച് ഇവരും നോക്കുമ്പോൾ കൂട്ടുകാരനും കടലിന്റെ അകത്തോട്ട് അവനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഇവര് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് അവൻ അതിനും ഇത്രയും വലിയ തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാർ ആ ബീച്ചിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവര് മൂന്നുപേരും കൂടെ അവനെ രക്ഷിക്കാൻ വേണ്ടി ഓടി ചെല്ലും. അപ്പോഴാണ് ടേസുങ്ങും ആ ധൃതി കാരണം അവൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കാണത്തില്ല. അതോടെ വണ്ടി നേരെ കടലിലേക്ക് അങ്ങ് പോകും. ഇതറിയാതെ ഇവര് മൂന്നുപേരും കൂടെ ഓടിച്ചെന്ന് അവനെ രക്ഷിച്ചോണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് അവനും ദേഷ്യത്തി എന്തിനാണ് എന്നെ പൊക്കിയെടുത്തോണ്ടെന്ന് പറഞ്ഞ് അവൻ ഇവരോടൊക്കെ ചൂടാകും. അപ്പോഴാണ് അവന്മാരും ദേഷ്യത്തി എന്ത് സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുമെന്ന് അവനെ വഴക്കുറയുമ്പോഴാണ് അവൻ അവിടുത്തെ ഒരു പാവക്കുട്ടി എടുക്കാൻ വേണ്ടി പോയതാന്ന് ഇവന്മാരോട് പറയും. അപ്പോഴാണ് ഇംസോളും പെട്ടെന്ന് ഷോക്കായിട്ട് ഗായ്സ് അത് നമ്മുടെ സണ്ണിയല്ല വെള്ളത്തിൽ കിടക്കുന്നത് എന്നിന് ഇവള് വിളിച്ചു കാണിക്കുമ്പോഴാണ് ടേസുങ് ഇത് കണ്ടിട്ട് മൊത്തത്തിൽ തകർന്നു പോകും. അങ്ങനെ അവനും എന്റെ സണ്ണി പോയെന്ന് പറഞ്ഞിട്ട് ആരോടും മിണ്ടാതെ സൈലന്റ് ആയിട്ട് അവിടെ കുത്തിയിരിക്കുമ്പോഴാണ് ഇവര് മൂന്നുപേരും കൂടെ സണ്ണിക്ക് ഗുഡ് ബൈ പറയാന്ന് പറഞ്ഞിട്ട് ഇവര് മൂന്നുപേരും കൂടെ പ്രാർത്ഥന ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.